ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കോളിഫ്ലവർ മസാലയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർക്കാനുണ്ട്. വെളുത്തുള്ളിക്ക് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറാക്കാം. എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 2 വലിയ സവോളയും 2 മീഡിയം വലിപ്പത്തിലും കുറച്ചുകൂടി വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ 1.5 തക്കാളി മതി. മീഡിയം വലിപ്പമാണെങ്കിൽ 2 തക്കാളി എടുക്കാം. പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. വളരെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമ്മുടെ കോളിഫ്ലവർ മസാല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം കട്ട് ചെയ്യണം. തക്കാളി അരച്ചെടുക്കാനുള്ളതാണ്, ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്യട്ടെ. കോളിഫ്ലവർ കട്ട് ചെയ്തൊന്ന് വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം കോളിഫ്ലവർ കട്ട് ചെയ്യാം. നിങ്ങൾ കപ്പിലാണ് കോളിഫ്ലവർ മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പ്, മെഷറിംഗ് കപ്പിന് 2 കപ്പ് കോളിഫ്ലവറിന് ഇത്ര ഇൻഗ്രീഡിയൻസ് എടുക്കുക. ഞാനിപ്പോൾ ഈ കോളിഫ്ലവർ മുഴുവൻ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. അതിലേക്കുള്ള അളവുകളാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. സവോള കട്ട് ചെയ്ത്, കോളിഫ്ലവർ ഇത് കണ്ടോ, ഇതുപോലെ തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വളരെ തിക്നെസ് കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ വേഗം കുക്കായി കിട്ടാനും മസാല നന്നായിട്ട് പിടിക്കാനാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കോളിഫ്ലവർ ഉപ്പ് ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. സവോള നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കോളിഫ്ലവർ വേവിക്കാൻ വയ്ക്കാം. കോളിഫ്ലവർ വേവിക്കാനായിട്ട് ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ഉപ്പ് ചേർക്കാണ്. കോളിഫ്ലവറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഈ ചൂടുവെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ച് വരണം. ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ തിളയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. വേറൊരു പാൻ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടില്ല കേട്ടോ, ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്താലും മതി കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ നമ്മുടെ എണ്ണയിലേക്ക് ഒന്ന് പിടിച്ചു വരണം. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്കിതിൽ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരുപാട് ഉപ്പ് വേണ്ട, നമ്മൾ കോളിഫ്ലവറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ തക്കാളി ഒന്ന് അരച്ചെടുക്കണം. തക്കാളി ചെറിയ പീസുകളായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക. അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് അരയ്ക്കുക. നമുക്കിപ്പോൾ തക്കാളി അരച്ചെടുക്കാൻ സാധാരണ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിനി ഈ സവോള വഴന്ന് വരുന്ന സമയത്ത് തക്കാളി അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വെള്ളം ചേർക്കാതെ തന്നെ നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയും കൂടി ചേർക്കാം, അല്ലെങ്കിൽ വലിയ തക്കാളി എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, പുളിയുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് തക്കാളിയുടെ അളവ് തീരുമാനിക്കാം. ഇനി നമുക്ക് ഈ തക്കാളിയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അത് മുഴുവൻ വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
തക്കാളിയിലുള്ള വെള്ളം വറ്റി വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പെരിഞ്ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ച് വെച്ചോളൂ. പെരിഞ്ജീരകം പൊടിച്ചത് തന്നെ ചേർക്കണം ഇതിൽ. അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ കോളിഫ്ലവർ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തക്കാളിയിലെ വെള്ളം വറ്റിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയിലുള്ള വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. ഫ്ലെയിം കുറച്ചിട്ട് ആദ്യം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എരിവിനായിട്ട് ഇതിലേക്ക് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ 1 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1.5 ടീസ്പൂൺ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ചേർക്കുന്നത് പെരിഞ്ജീരകം പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ തക്കാളിയിലുള്ള ഒരു കുറച്ച് നനവിൽ നമ്മുടെ പൊടികളെല്ലാം വേഗം കുക്കായി കിട്ടിക്കോളും. ആ രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ പെരിഞ്ജീരകവും കൂടി ചേർത്ത് ചതയ്ക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് ചതച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം. പൊടികളുടെ റോ ടേസ്റ്റും റോ സ്മെല്ലും എല്ലാം മാറി വരണം. അതുവരെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഗ്രേവി റെഡിയാക്കി എടുക്കണം. എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഒരുപാട് ഗ്രേവി ഉള്ള രീതിയിലല്ല, ഒരു മീഡിയം ഗ്രേവി ഉള്ള രീതിയിലാണ് വെള്ളം ചേർക്കാൻ പോകുന്നത്. ആദ്യം 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു 1/2 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവറിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന അത്രയും വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. വെള്ളം വറ്റി കോളിഫ്ലവറിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണം. അപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങട്ടെ. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, കോളിഫ്ലവറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഫൈനലായിട്ട് നമ്മൾ കറി റെഡി ആയി കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ മസാലയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ 1-2 കമൻറ്റ്സ് വന്നിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് ചേർക്കാതെയുള്ള കറികൾ കാണിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ എല്ലാത്തിൻ്റെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പക്ഷെ നമ്മൾ തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിലുള്ള കറികളാണിത്. അപ്പോൾ തക്കാളി അരയ്ക്കണം കേട്ടോ. തക്കാളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അരച്ച് തന്നെ ചേർക്കണം. അപ്പോഴേ നമുക്ക് ആ ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി തിളച്ചു തുടങ്ങി. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കാം. കോളിഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമ്മളിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. കോളിഫ്ലവറിലേക്ക് മസാല പിടിക്കാനായിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അടച്ചു വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ഗ്രേവി ഒന്ന് വറ്റിച്ച് ആ കോളിഫ്ലവറിലേക്ക് മസാലയൊക്കെ പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കറി ഒന്ന് 5 മിനിറ്റ് ആയി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് ഒരു കാര്യവും കൂടി ചേർക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗ്രേവി കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടില്ലെങ്കിലും ഇപ്പോൾ തുറന്നത്. ഇതിലേക്ക് നമുക്ക് എരിവും ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് 1 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് മതി. ഇനി നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വറവിടണം എന്നുണ്ടെങ്കിൽ വറവിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർക്കാൻ പോകുന്നത്. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല, കറിവേപ്പില മാത്രം ചേർത്താലും മതി. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. കുറച്ചുകൂടി ഗ്രേവി ഒന്ന് വറ്റി വരാനുണ്ട്. ഉപ്പ് കുറവാണ്, എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് തന്നെ നമ്മൾ വീണ്ടും വേവിച്ചെടുക്കുക. എന്താണെന്ന് വെച്ചാൽ വേവാനൊന്നുമില്ല, നമ്മുടെ കോളിഫ്ലവറിലേക്ക് ആ ഒരു മസാല പിടിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം കൂടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം.
നമ്മൾ എത്ര വെള്ളം ചേർക്കുന്നു എന്നുള്ളതനുസരിച്ച് കൂടുതൽ സമയം കോളിഫ്ലവർ അടച്ചു വയ്ക്കണം. പക്ഷെ കുറച്ച് വെള്ളം ചേർത്തെടുത്താലേ നമ്മുടെ കറി പെർഫെക്റ്റ് ആവുമുള്ളൂ. ആ മസാല നന്നായിട്ട് കോളിഫ്ലവറിലേക്ക് പിടിച്ചു വരുള്ളൂ. അപ്പോൾ ഞാനിത് അടച്ചു വയ്ക്കട്ടെ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാറാകുമ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഈ കറി ഒന്ന് ചൂട് മാറിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ചൂടോടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് നമുക്ക് തോന്നില്ല. ചൂട് മാറിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് തോന്നുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ അപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ കഴിച്ചിട്ട് ഏതിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരും കേട്ടോ. ചെറുതായിട്ട് ചൂട് മാറുന്നതനുസരിച്ച് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്തിട്ടേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമ്മൾ കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൊണ്ട് കണ്ടോ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ കോളിഫ്ലവറിലേക്ക് ആ മസാലകളൊക്കെ പിടിച്ചിട്ടുമുണ്ട്. വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവർ അങ്ങനെ തന്നെ കിടക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.